ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രിയെ മാത്രം കേന്ദ്രീകരിച്ച് SIT ജാമ്യം റദ്ദാക്കാൻ ആവശ്യപ്പെട്ടുള്ള അപ്പീൽ തിങ്കളാഴ്ച ഹൈക്കോടതി സമർപ്പിക്കും. തന്ത്രിക്കെതിരെ തെളിവില്ലെന്ന വിജിലൻസ് കോടതി പരാമർശം തിരിച്ചടിയായെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അപ്പീൽ നീക്കം. CPM നേതാക്കൾ അടക്കമുള്ള മറ്റു പ്രതികൾക്ക് ജാമ്യം കിട്ടിയതിന് സർക്കാരിന് യാതൊരു എതിർപ്പുമില്ല. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഈ കേസിൽ തന്ത്രിയെ മാത്രം ബലിയാടാക്കാനുള്ള ഒരു ശ്രമം SITയുടെ ഭാഗത്തു നിന്ന് വീണ്ടും ഉണ്ടാവുകയാണ്. കാരണം ഈ കേസിൽ നമുക്കറിയാം, അറസ്റ്റിലായ പല പ്രമുഖരും CPMുമായി ബന്ധപ്പെട്ടവരാണ്, CPMന്റെ നേതാക്കളാണ്, മുൻ MLA ഉണ്ട്, ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റുമാർ ഒക്കെയുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും തന്ത്രിയെ മാത്രം ഇതിൽ കുറ്റക്കാരനാക്കാനുള്ളൊരു ശ്രമം ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നു. അതിൻ്റെ ഭാഗമല്ലേ ഈ നീക്കം, രേഷ്മ ബാബു? അതെ വിനോദ്, CPMന്റെ നേതാക്കൾ പ്രതികളായിട്ടുള്ള കേസിൽ അവർക്ക് ജാമ്യം കിട്ടിയതിലൊന്നും തന്നെ സർക്കാരിന് യാതൊരുവിധ എതിർപ്പുമില്ല. സർക്കാർ മൗനം പാലിക്കുകയാണ്. പക്ഷേ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം കിട്ടിയ അന്ന് മുതൽ അപ്പീൽ നീക്കത്തിനുള്ള എല്ലാ ശ്രമങ്ങളും SIT നടത്തിയിരുന്നു. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നിയമോപദേശമൊക്കെ തന്നെ തേടി. ഇപ്പോൾ മനസ്സിലാക്കുന്നത് തിങ്കളാഴ്ച അപ്പീൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. അതായത് തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് ഈ അപ്പീലിൽ സർക്കാർ, അതായത് SIT സംഘം ഉന്നയിക്കുക. അത് മാത്രമല്ല, ഈ വിജിലൻസ് കോടതി നേരത്തെ തന്ത്രിക്ക് ജാമ്യം അനുവദിച്ച ഘട്ടത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതായത് തന്ത്രിക്ക് അനുകൂലമായിട്ടുള്ള പരാമർശങ്ങളായിരുന്നു അവ. അതായത് തന്ത്രിക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുകളൊന്നും ഇല്ല എന്നുള്ളതായിരുന്നു കൊല്ലം വിജിലൻസ് കോടതിയുടെ കണ്ടെത്തൽ. അത് മാത്രമല്ല, ഈ SITക്ക് തന്ത്രിക്കെതിരെ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചില്ല എന്നുള്ള വിലയിരുത്തലും വിജിലൻസ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമേ തന്ത്രിക്ക് ഇടപെടാൻ സാധിക്കൂ. ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികളുടെ അടക്കം എല്ലാ ഉത്തരവാദിത്വവും ദേവസ്വം ബോർഡിനാണ്. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തത്തിലുള്ള ഒരു കാര്യത്തിൽ തന്ത്രി എങ്ങനെയാണ് കുറ്റക്കാരനാകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് വിജിലൻസ് കോടതി ഉന്നയിച്ചത്. ഗൂഢാലോചന നടന്നിട്ടില്ല എന്നുള്ള കണ്ടെത്തലും വിജിലൻസ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇതുൾപ്പെടെയുള്ള പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്ന ആവശ്യവും ഈ ഹൈക്കോടതി നൽകുന്ന അപ്പീലിൽ സംസ്ഥാന സർക്കാർ ഉന്നയിക്കും. അതുപോലെ തന്നെയാണ് തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ഒരു ആവശ്യവും ഉന്നയിക്കുക. ഇതിൽ ഈ ഒരു അപ്പീൽ നീക്കം ഉടനെ തന്നെ നടത്തുകയായിരുന്നു. കാരണം 41 ദിവസം ജയിലിൽ കഴിഞ്ഞതിന് ശേഷമാണ് തന്ത്രിക്ക് ജാമ്യം ലഭിക്കുന്നത്. അതിനുശേഷം ഈ വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ കൂടി പുറത്തു വന്ന ഘട്ടത്തിൽ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ, അതോടൊപ്പം തന്നെ SITയും. ആ പ്രതിരോധത്തിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അപ്പീൽ നൽകാനായിട്ടുള്ള നീക്കങ്ങൾ ആദ്യഘട്ടം മുതലേ ശ്രമിച്ചത്. എന്തായാലും തിങ്കളാഴ്ച തന്നെ ഈ അപ്പീൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് അതിൽ ഉടനടി നടപടി സ്വീകരിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷക സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വിനോദ്, അതെ, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രിയെ മാത്രം ബലിയാടാക്കാൻ ഉള്ളൊരു ശ്രമം നടത്തുന്നു. അതുകൊണ്ട് വീണ്ടും അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ്. തന്ത്രിയെ മാത്രം കേന്ദ്രീകരിച്ചാണ് SITയുടെ അന്വേഷണം ഇപ്പോൾ വീണ്ടും നീങ്ങുന്നത്. CPMന്റെ പ്രമുഖ നേതാക്കളും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാർക്കും ഒക്കെ ജാമ്യം കിട്ടിയതിന് സർക്കാരിന് യാതൊരു എതിർപ്പുമില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.